മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതിരിക്കാനും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് നമ്മുടെ ഇടവകയിൽ മാർ യോസേഫ് പിതാവിന്റെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുകയാണ്. യോസേഫ് പിതാവിന്റെ തിരുനാൾ എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ കുടുംബനാഥന്മാരുടെയും തിരുനാളാണ്. മാർ യോസേഫ് പിതാവിന്റെ മാധ്യസ്ഥം വഴി ഇന്ന് നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും നല്ല ദൈവം നിറവേറ്റി തരട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും യോസേഫ് പിതാവിന്റെ പ്രാർത്ഥനാ ശക്തിയാൽ ദൈവം അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തട്ടെ. കുടുംബം എന്നത് നമുക്കറിയാം, പവിത്രമായ ബന്ധങ്ങളുടെ വേദിയാണ്. ജീവിതം തന്നെ ബന്ധങ്ങളാണ്. നല്ല ബന്ധങ്ങൾ ഉള്ളിടത്ത് സന്തോഷവും സമൃദ്ധിയും അനുഗ്രഹങ്ങളും നിറവും എല്ലാം ഉണ്ട്. ബന്ധങ്ങൾ വഷളായി കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് കൈമോശം വരും. മാർ യോസേഫ് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആദ്യ ചിന്തയും ബന്ധങ്ങൾ നന്മയായി കാത്തു സൂക്ഷിക്കണം എന്നതാണ്. ബന്ധങ്ങൾ നന്നായി കാത്തു സൂക്ഷിക്കണമെങ്കിൽ വലിയ ത്യാഗം ആവശ്യമുണ്ട്. സംശയങ്ങളും പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാത്ത ദൈവിക ഇടപെടലുകളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അത് സ്വീകരിക്കുന്നതിന് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾ, നിർദ്ദേശങ്ങൾ, അവയ്ക്ക് നാം കാത്തിരിക്കണം. ദൈവം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി എന്ത്, ഉത്തരം എന്ത് എന്ന് നമ്മുടെ മനസ്സിൽ തീർച്ചയായും വെളിപ്പെടുത്തി തരും. നമ്മുടെ ഹൃദയം യോസേഫ് പിതാവിന്റെ ഹൃദയം പോലെ നീതിയിൽ അധിഷ്ഠിതമാണെങ്കിൽ, നീതി എന്നത് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഒരുമിച്ച് ചേരുമ്പോൾ ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഒരു കുടുംബനാഥൻ ആയിരിക്കുക എന്നത് വളരെ പ്രയാസമുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ബന്ധപ്പാടുകൾ കുടുംബനാഥന്മാരും കുടുംബനാഥികളുമായ നിങ്ങൾ ഓരോരുത്തരും സഹിക്കുന്നുണ്ട്, വഹിക്കുന്നുണ്ട്. ഇടവകയാകുന്ന കുടുംബം ആ കുടുംബത്തിനും അതിൻ്റെയും നാഥനായിരിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. കുട്ടികളെ പറ്റി നാം പലപ്പോഴും പരാതി പറയാറുണ്ട്. ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക അത് വളരെ ക്ലേശകരമായ കാര്യമാണ്.
നാം ആഗ്രഹിക്കുന്ന വിധം അവർ പ്രവർത്തിക്കുന്നില്ല, സഹകരിക്കുന്നില്ല. കുട്ടികൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ മാതാപിതാക്കളെ ഒന്ന് വളർത്തുക, അവരെ പരിപാലിക്കുക, അത് വളരെ ക്ലേശം നിറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ആകസ്മികമായി വായിക്കാനിടയായ ഒരു ചിന്ത, കുട്ടികളുടെ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. 5 വയസ്സുള്ള ഒരു കുട്ടി അപ്പനെ പറ്റി വിചാരിക്കുന്നത് എങ്ങനെയാണ്? മൈ ഫാദർ നോസ് എവരിതിങ്. ഡാഡിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ലോകത്തിലെ സർവ്വ കാര്യങ്ങളും എൻ്റെ ഡാഡിക്ക്, മമ്മിക്ക് അറിയാം. 12 വയസ്സാകുമ്പോൾ മൈ ഡാഡി നോസ് സംതിങ് അബൌട്ട് സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഡാഡിക്ക് കുറച്ചൊക്കെ വിവരമുണ്ട്. 18 വയസ്സാകുമ്പോൾ മൈ ഡാഡി നോസ് നത്തിങ്, ഹി ഈസ് എ ഫൂൾ. എൻ്റെ ഡാഡിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ഒരു കാര്യവും മനസ്സിലാക്കാനുള്ള പ്രാപ്തിയില്ല. എന്നെയോ അല്ലെങ്കിൽ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാനുള്ള വിവേകമില്ല. 22 വയസ്സാകുമ്പോൾ ഐ നോ എവറിതിങ്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എനിക്ക് ആരുടെയും ഉപദേശവും നിർദ്ദേശവും ഒന്നും ആവശ്യമില്ല എന്ന ചിന്ത ഉണ്ടാകും. 32 വയസ്സാകുമ്പോൾ perhaps I can consult my parents or my father. വേണമെങ്കിൽ അപ്പനോട് ചില കാര്യങ്ങളിൽ ആലോചന ചോദിക്കാം എന്നൊരു ചിന്തയിലേക്ക്. 42 വയസ്സാകുമ്പോൾ ഐ വണ്ടർ ഹൗ മൈ ഫാദർ മാനേജ്ഡ് എവരിതിങ്. എൻ്റെ അപ്പച്ചൻ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത്, വീട് വാങ്ങിച്ചത്, കുട്ടികളെ വളർത്തിയത്, സാമ്പത്തിക ഒറ്റപ്പാടുകളിലൂടെയൊക്കെ. എനിക്ക് അത്ഭുതം തോന്നുന്നു അദ്ദേഹം അക്കാലത്ത് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റിയെന്നത്. 56 വയസ്സാകുമ്പോൾ മൈ ഫാദർ വാസ് എ വെരി വൈസ് മാൻ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ഹിസ് ഷോർട്ട്കമിങ്സ്. എൻ്റെ പിതാവ് ഒത്തിരി നല്ലൊരു മനുഷ്യനായിരുന്നു. എത്ര കുറവുകൾ ഉണ്ടെങ്കിലും ഒത്തിരി നന്മകൾ, ഞാൻ അറിയാത്ത നന്മകൾ അദ്ദേഹത്തിൽ ഒളിഞ്ഞ് കിടന്നിരുന്നു. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. ഈ വിധത്തിലാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. കുട്ടികൾ വിചാരിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നും എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ലഭിക്കണം, അതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നു. അത് മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയുകയുമില്ല. കാരണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്. സ്നേഹിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഏറെ ക്ലേശങ്ങൾ സഹിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളായിരിക്കുന്ന എല്ലാവരും മാറ്റം വരുത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. വൈകി ഉദിക്കുന്ന വിവേകം. 42 വയസ്സ് 40 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ അപ്പൻ അമ്മ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ, ഇവർക്ക് തന്നെ 2-3 കുഞ്ഞുങ്ങൾ ആവുകയും ഭാര്യയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരികയും വീടിൻ്റെ ലോൺ അടയ്ക്കാൻ സാധിക്കാതെ വരികയും നിരന്തരം രോഗങ്ങളും കടബാധ്യതകളും ഒക്കെ വരികയും ചെയ്യുമ്പോഴാണ് എൻ്റെ പിതാവ് അക്കാലത്ത് എങ്ങനെ ഇതെല്ലാം, മാതാവ് അക്കാലത്ത് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റി എന്നുള്ള വിവേകം ഉണ്ടാവുകയാണ്. നമുക്ക് ആ വിവേകം വൈകി ഉദിക്കുന്നതിന് പകരം ആദ്യമേ ആ വിവേകത്തിൻ്റെ ചിന്തകൾ സ്വന്തമാക്കുന്നതിന് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ പ്രാർത്ഥന, ആത്മീക ഊർജം നമ്മളെ സഹായിക്കും. ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായി നമുക്ക് നല്ലത്. യോസേഫ് പിതാവിന് വലിയ ക്ലേശമുണ്ടായി. ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്നതിൽ ഏറ്റവും വലിയ ക്ലേശമാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ ആളുകൾക്ക് അവരുടെ അനുഭവത്തിൽ വിവാഹം കുറച്ച് കഴിയുമ്പോൾ, വിവാഹം നടക്കുന്ന ദിവസം വരെയുള്ള ആ കാലമാണ് ഒരുപക്ഷെ സാഹിത്യ ചിന്തയിൽ പറയുകയാണെങ്കിൽ സ്വപ്നങ്ങളുടെ കാലം. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന കാലമാണ്. ഇപ്പൊ യോസേഫും മറിയവും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. മധുരമായ സ്വപ്നങ്ങളുടെ ജീവിതം പൂത്തുലയേണ്ട അവസരത്തിലാണ് യോസേഫിന്റെ ജീവിതത്തില് വലിയ സംശയം
ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഞാൻ വളരെ ക്രൂരമായി തകർക്കപ്പെട്ടു എന്നുള്ള ചിന്ത യോസേഫിനെ മതിക്കുന്നത്. ക്ലേശങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം അവയെ യാഥാർത്ഥ്യബോധത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്, സ്വീകരിക്കുന്നതാണ് മാനസികമായിട്ട് നമുക്ക് നല്ലത്. ഇതൊരു പ്രശ്നമാണ്, ഞാനിത് അംഗീകരിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അവയിൽ നിന്ന് ഒളിച്ചോടുവാൻ എനിക്കാവുകയില്ല എന്ന ബോധ്യത്തോടെ ആ പ്രശ്നങ്ങളിലെ ഉള്ളിലേക്ക് നാം പ്രവേശിച്ച് അവയെ സ്വീകരിക്കുക. അപ്പോൾ മാനസികമായി നമ്മൾ ശക്തി നേടും, ദൈവികമായ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കും. ആത്മീയമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവ പദ്ധതിയോട് സഹകരിക്കുക, അതാണ് നമുക്ക് നല്ലത്. യോസേഫ് ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിക്കാനുള്ള നല്ല മനസ്സ് കാണിച്ചു. എൻ്റെ ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രതിവിധിയുണ്ട് എന്ന ബോധ്യത്തോടുകൂടി പ്രശ്നങ്ങളെ നാം സ്വീകരിക്കുക. ജീവിതത്തിൽ നമുക്ക് ബൗദ്ധിക, മാനസിക, ആത്മീക തലങ്ങളിലെല്ലാം ഒരുപോലെ നല്ലത് സന്തോഷപൂർവ്വം വേദനകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് ആത്മശരീരങ്ങളെ സമ്പൂർണമായി വിശുദ്ധീകരിക്കുന്ന ഒരനുഭവം ആയിത്തീരും. വേദനയില്ലാത്ത വ്യക്തികൾ ആരുമില്ല. അവയോടുള്ള സമീപനങ്ങളിലെ വ്യത്യാസമാണ് വ്യക്തികളെ വ്യത്യസ്തരാക്കുന്നത്. വേദനയെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയായി യാഥാർത്ഥ്യബോധത്തോടെ സ്വീകരിക്കാൻ മാർ യോസേഫ് പിതാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളെല്ലാം മക്കളാണ്. മക്കളായിരിക്കുന്ന നമുക്ക് എല്ലാ പിതാക്കന്മാരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ യോസേഫ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ പിതാക്കന്മാരുടെയും തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. നമുക്ക് ആശ്ചര്യപൂർവ്വം ചിന്തിക്കാം, എങ്ങനെ അക്കാലത്ത് ഇത്രയേറെ കാര്യങ്ങൾ അവര് നിറവേറ്റി, അവര് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. കുറവുകൾക്ക് മധ്യത്തിലും പരിമിതികൾക്ക് മധ്യത്തിലും എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവർ നിറവേറ്റി. ആ ആശ്ചര്യഭാവം അവരോടുള്ള വലിയ സ്നേഹമായി രൂപാന്തരപ്പെടുന്നത്. ആ സ്നേഹം ഇന്ന് നമുക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായി മാർ യോസേഫ് പിതാവിന്റെ മധ്യസ്ഥം വഴി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. എല്ലാവരെയും നല്ല ദൈവം ക്രിസ്തീയ കുടുംബങ്ങളുടെ കാവൽക്കാരനായ മാർ യോസേഫ് പിതാവ് വഴി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.